ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 23-ാമത്തെ അധ്യായം അതിലെ 7-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ശ്ലോകങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥാത്രയോവിംശോऽധ്യായഃ. മൈത്രേയ ഉവാച. ദൃഷ്ട്വാത്മാനം പ്രവയസമേകദാ വൈന്യാത്മവാൻ ആത്മനാ വർദ്ധിതാശേഷസ്വാനുസർഗ പ്രജാപതി ജഗതസ്ഥസ്ഥുഷശ്ചാപി വൃത്തിദോ ധർമ്മഭത്സതാം നിഷ്പാദിതേശ്വരാദേശോ യദർത്ഥമിഹ ജന്മിവാൻ ആത്മജേഷു ആത്മജാന്യസ്യ വിരഹാദ്രുതതീമിവ പ്രജാസു വിമനസ്വേക സദാരോഗാത്തപോവനം തത്രാപ്യദാഭ്യനിയമോ വൈഖാനസ സുസമ്മതേ ആരബ്ധ ഉഗ്രതപസി യഥാ സ്വവിജയേ പുരാ കന്ദമൂലഫലാഹാര ശുഷ്കപർണാശന ക്വചിത് അഭക്ഷ കതിചിത് പക്ഷാൻ വായുഭക്ഷസ്തതഃ പരം ഗ്രീഷ്മേ പഞ്ചതപാ വീരോ വർഷസ്വാസാരഷാൺമുനിഃ ആകണ്ഠമഗ്നഃ ശിശിര ഉദഗേ സ്ഥണ്ഡിലേശയഃ തിദിക്ഷുര്യത വാഗ്ദാന്ത ഊർധ്വരേതാജിതാനിലഃ ആരിരാധയിഷു കൃഷ്ണമചരത് തപ ഉത്തമം. അപ്പോൾ അടുത്ത ശ്ലോകം 8-ാമത്തെ ശ്ലോകം അതാണ് എടുക്കാനുള്ളത്. തേന ക്രമാനുസിദ്ധേന ധ്വസ്തകർമാമലാശയഃ പ്രാണായാമൈ സന്നിരുദ്ധ ഷഡ്വർഗശ്ചാന്നബന്ധനഃ. എന്നുകൂടി ചൊല്ലാം. തേന ക്രമാനുസിദ്ധേന ധ്വസ്തകർമാമലാശയഃ പ്രാണായാമൈ സന്നിരുദ്ധ ഷഡ്വർഗശ്ചാന്നബന്ധനഃ. അപ്പോൾ ഇതിൽ ആ ക്രമപ്രകാരം ക്രമപ്രകാരം സിദ്ധേന നടത്തിയിരിക്കുന്ന ആ തപസ്സുകൊണ്ട് അതിനാൽ ആ കർമ്മഫലം നശിച്ചവനായി, പിന്നെ നിർമ്മലമായിട്ടുള്ള അന്ധക്കരണത്തോടു കൂടിയവനായിട്ടും അതുപോലെ പ്രാണായാമങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ട 6 ഇന്ദ്രിയങ്ങളോട് കൂടിയവനായിട്ടും എല്ലാ ബന്ധങ്ങളിൽ നിന്നും വേറിട്ടവനും ആയി. ഭഗവാനെ തപസ് ചെയ്യുമ്പോൾ തേന ക്രമാനുസിദ്ധേന ആ ക്രമപ്രകാരം നടത്തിയിരിക്കുന്ന ആ ധ്വസ്തകർമാമലാശയ നടത്തിയ ആ തപസ്സുകൊണ്ട് കർമ്മഫലം നശിച്ചവനായി. അമലാശയ നിർമ്മലമായിട്ടുള്ള അനുകരണത്തോടു കൂടിയവനായി. പിന്നെ പ്രാണായാമങ്ങളാൽ സന്നിരുദ്ധ ഷഡ്വർഗ നിയന്ത്രിക്കപ്പെട്ട 6 ഇന്ദ്രിയങ്ങളോട് കൂടിയവനും ആയിട്ട് ഛിന്നബന്ധന എല്ലാ ബന്ധങ്ങളിൽ നിന്നും വേറിട്ടവനും ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം നമുക്ക്. ക്രമാനുസിദ്ധേന ക്രമപ്രകാരം നടത്തിയ, തേന അതിനാൽ, കർമ്മഫലം നശിച്ചവനായും, അമലാശയ നിർമ്മലമായിരിക്കുന്ന അന്ധക്കരണത്തോടു കൂടിയവനായും, പ്രാണായാമങ്ങളാൽ സന്നിരുദ്ധ ഷഡ്വർഗ നിയന്ത്രിക്കപ്പെട്ട 6 ഇന്ദ്രിയങ്ങളോട് കൂടിയവനും, ഛിന്നബന്ധന എല്ലാ ബന്ധങ്ങളിൽ നിന്നും വേറിട്ടവനും ആയി. ഒന്നുകൂടി പറയാം. ക്രമാനുസിദ്ധേന ക്രമപ്രകാരം നടത്തിയ, തേന അതിനാൽ ആ തപസ്സിനാൽ, കർമ്മഫലം നശിച്ചവനായിട്ടും, അമലാശയ നിർമ്മലമായിരിക്കുന്ന അന്ധക്കരണത്തോടു കൂടിയവനായിട്ടും, പ്രാണായാമങ്ങളാൽ സന്നിരുദ്ധ ഷഡ്വർഗ നിയന്ത്രിക്കപ്പെട്ട 6 ഇന്ദ്രിയങ്ങളോട് കൂടിയവനും, ഛിന്നബന്ധന എല്ലാ ബന്ധങ്ങളിൽ നിന്നും വേർപെട്ടവനും ആയി. അതിലത്തെ അന്വയം വന്നിട്ട് ക്രമാനുസിദ്ധേന തേന ധ്വസ്തകർമ്മ അമലാശയ പ്രാണായാമൈ സന്നിരുദ്ധ ഷഡ്വർഗ ഛിന്നബന്ധന എന്നാണ് വരിക. ക്രമാനുസിദ്ധേന തേന ധ്വസ്തകർമ്മ അമലാശയ പ്രാണായാമൈ സന്നിരുദ്ധ ഷഡ്വർഗ ഛിന്നബന്ധന. അതായത് ക്രമപ്രകാരം നടത്തിയ ആ തപസ്സിനാൽ, അതിനാൽ കർമ്മഫലം നശിച്ചവനായിട്ടും, നിർമ്മലമായിട്ടുള്ള അന്ധക്കരണത്തോടു കൂടിയവനായിട്ടും, പ്രാണായാമങ്ങളാൽ ആ നിയന്ത്രിക്കപ്പെട്ട 6 ഇന്ദ്രിയങ്ങളോട് കൂടിയവനുമായിട്ട് എല്ലാ ബന്ധങ്ങളിൽ നിന്നും വേർപെട്ടവൻ ആയി എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ പുരുഷശ്രേഷ്ഠനായിരിക്കുന്ന അദ്ദേഹം, ആ പൃഥ്വി മഹാരാജാവ്, ഇപ്രകാരമുള്ള തപശ്ചര്യയാൽ നശിക്കപ്പെട്ട
ഇപ്രകാരമുള്ള തപശ്ചര്യ കൊണ്ട് നശിക്കപ്പെട്ട ആ കർമ്മവാസനകളോടും നിർമ്മലമായി തീർന്ന അന്ധകരണത്തോടും പ്രാണായാമത്താൽ നിയന്ത്രിക്കപ്പെട്ട മനസ്സ്, പഞ്ചേന്ദ്രിയങ്ങൾ എന്നിവയോടും കൂടിയവനും സർവബന്ധങ്ങളിൽ നിന്നും വിമുക്തനും ആയിട്ടും ഭവിച്ചിട്ട് ആ സനൽകുമാര ഭഗവാൻ ഉപദേശിച്ച ഏറ്റവും ഉത്തമമായിരിക്കുന്ന ആ ആധ്യാത്മിക മാർഗത്തെ അവലംബിച്ച് ആ പരമപുരുഷാർത്ഥനായിരിക്കുന്ന ആ ഭഗവാനെ, പരമപുരുഷനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ ഭജിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്ക് ഒന്നുകൂടി നോക്കാം. എട്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ക്രമേണ ആ വർദ്ധിച്ച തപസ്സിനാൽ കർമ്മവാസനകൾ നശിച്ചതുകൊണ്ട് വിശുദ്ധചിത്തനായിട്ട് ആ പ്രാണായാമത്താൽ ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിതമാക്കിയിട്ട് സർവബന്ധങ്ങളിൽ നിന്നും മുക്തനായി. അപ്പോൾ തപോവനത്തിൽ പ്രവേശിച്ച ശേഷം ആ സാധന ദശയെ അഭ്യസിച്ചുകൊണ്ട് ആ മോക്ഷത്തെ പ്രാപിച്ച രീതിയെ ആ 15 ശ്ലോകങ്ങൾ വിവരിക്കുന്ന തപോവനത്തിൽ പ്രവേശിച്ച ശേഷം വിഘ്നങ്ങൾക്ക് തടസ്സപ്പെടുത്തുവാൻ കഴിയാത്ത വിധം ശ്രദ്ധയോടുകൂടെ ആ വാനപ്രസ്ഥാശ്രമികൾക്ക് ഏറ്റവും സമ്മതമായിരിക്കുന്ന ആ ഉഗ്ര തപസ്സിൽ ഏർപ്പെട്ടു എന്നാണ് പറയുന്നത്. ഗൃഹസ്ഥനായിരിക്കുന്ന കാലത്തിൽ രാജ്യപരിപാലനാദികളായിരിക്കുന്ന സ്വധർമ്മത്തിൽ എത്രത്തോളം ശ്രദ്ധ വെച്ചിരുന്നുവോ അത്രത്തോളം ശ്രദ്ധ ഈ തപസ്സിലും ഈ മൂന്നാമത്തെ ആശ്രമത്തിൽ ആ വിജയം സമ്പാദിപ്പാനായിട്ട് വേണ്ടിയും സ്വീകരിച്ച സമുചിത നിയമാദികളെ നടത്തിക്കൊണ്ടാണ് തപസ് ചെയ്തത്. അങ്ങനെ ആ ഉഗ്രമായ തപസ്സിൻ്റെ നിയമങ്ങളെ 3 ശ്ലോകങ്ങളെ കൊണ്ട് പറയുകയാണ്. കിഴങ്ങുകൾ, മൂലങ്ങൾ, കായകൾ എന്നിവ കുറേ കാലം ഭക്ഷിച്ചു. പിന്നെ ഉണക്കിലകൾ ഭക്ഷണമായിട്ട് സ്വീകരിച്ചു. കുറേ പക്ഷങ്ങളിൽ ജലം മാത്രം സ്വീകരിച്ചു. അതിൽ പിന്നെ ആ വായു മാത്രവും ആഹാരമാക്കി കഴിഞ്ഞു. അപ്പോൾ ഉഷ്ണകാലത്തിൽ 4 ഭാഗത്തും 4 അഗ്നിയും മുകളിൽ സൂര്യനും ഇങ്ങനെ പഞ്ചാഗ്നിയുടെ നടുവിൽ നിന്നും മഴക്കാലങ്ങളിൽ വർഷധാരകളെ ശരീരത്തിൽ ഏറ്റുകൊണ്ടും തണുപ്പുകാലങ്ങളിൽ ആ കണ്ഠം വരെ ജലത്തിൽ അമർന്നുകൊണ്ടും തപസ് ചെയ്തു. എല്ലായ്പ്പോഴും ആ വിചാരശീലനും നിലത്ത് കിടക്കുന്നവനുമായി തീർന്നു. വിശപ്പ്, ദാഹം, ശീതം, ഉഷ്ണം എന്നിവ നിമിത്തമുണ്ടാകുന്ന ദുഃഖങ്ങളെ സഹിക്കുന്നവനും വാക്കുകളെ അടക്കിയവനും ഇന്ദ്രിയങ്ങളെ സ്വാധീനപ്പെടുത്തിയവനും മൈഥുനേച്ഛയെ ജയിച്ചവനും പ്രാണായാമത്താൽ ശ്വാസജയം സമ്പാദിച്ചവനും ശ്രീകൃഷ്ണനെ പ്രസാദിപ്പിക്കണമെന്നുള്ള സങ്കല്പത്തോടു കൂടിയവനുമായിട്ട് ഉത്തമമായ തപസ്സിനെ ആചരിച്ചു. അങ്ങനെ ക്രമത്തിൽ പരിപക്വത്തെ പ്രാപിച്ച ആ തപസ്സിനാൽ കർമ്മങ്ങളെല്ലാം നശിച്ചു. ഫലം കൊടുപ്പാൻ ആയിരിക്കുന്ന ആ കർമ്മങ്ങൾ തപസ്സാകുന്ന അഗ്നിയുടെ സമ്പർക്കം നിമിത്തം അങ്കുരാവസ്ഥയെ പ്രാപിക്കാനുള്ള ശക്തി നശിപ്പിച്ചതിനാൽ നഷ്ടപ്രായങ്ങളായെന്ന് സാരം. അതുകൊണ്ട് ഇനിയൊരു ജന്മത്തിന് കാരണങ്ങളായിരിക്കുന്ന മനോവാസനകൾ നശിച്ചു. കുംഭകം, രേചകം, പൂരകം എന്നീ 3 വിധത്തിലുള്ള ആ പ്രാണായാമങ്ങളുടെ നിരന്തര അഭ്യാസത്താൽ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സിനെയും അടക്കിയിരുന്നതിനാൽ ആ വാസനകൾക്ക് രണ്ടാമത് പുറപ്പെടുവാൻ സാധിക്കാത്ത വിധം അവയെ നിരോധിച്ചുമിരുന്നതിനാൽ ആ അന്ധക്കരണം കാമാദിദോഷങ്ങളിൽ നിന്നും നിർമുക്തമായി പരിശുദ്ധമായിട്ട് ഭവിച്ചു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 9ാമത്തെ ശ്ലോകം: സനൽകുമാരോ ഭഗവാൻ യഥാഹാധ്യാത്മികം പരം യോഗം തേനൈവ പുരുഷമഭജൽ പുരുഷർഷഭ. സനൽകുമാരോ ഭഗവാൻ യഥാഹാധ്യാത്മികം പരം യോഗം തേനൈവ പുരുഷമഭജൽ പുരുഷർഷഭ. ആ ഭഗവാനായിരിക്കുന്ന ആ സനൽകുമാര മഹർഷി, ആ സനൽകുമാരോ ഭഗവാൻ യഥാഹാധ്യാത്മികം പരം, ശ്രേഷ്ഠമായിരിക്കുന്ന ആ പരം, ശ്രേഷ്ഠമായിരിക്കുന്ന ഏത് ആധ്യാത്മിക യോഗമോ ഉപദേശിച്ചത്. ഭഗവാൻ യഥാഹ, ഏത് ആധ്യാത്മികമായിരിക്കുന്ന വൃത്തിയെയാണോ ഉപദേശിച്ചിരുന്നത്, ഏതാഹ ആധ്യാത്മികം പരം, ശ്രേഷ്ഠമായിരിക്കുന്ന ഉപദേശിച്ചത്. തേന ഏവ, അതിലൂടെ തന്നെ, തേനൈവ പുരുഷമഭജൽ, ആ പുരുഷർഷഭനായിരിക്കുന്ന പുരുഷശ്രേഷ്ഠനായിരിക്കുന്ന പുരുഷം, ആ മഹാവിഷ്ണുവിനെ, പുരുഷമഭജത്, മഹാവിഷ്ണുവിനെ അഭജത്, ഭജിച്ചു. അപ്പോൾ സനൽകുമാരോ ഭഗവാൻ, ഭഗവാനായിരിക്കുന്ന സനൽകുമാരൻ, യഥാഹി ആധ്യാത്മികം പരം, ആ ശ്രേഷ്ഠമായിരിക്കുന്ന ആധ്യാത്മിക
നിഷ്ഠയെ എപ്രകാരം ഉപദേശിച്ചുവോ, ആ ആധ്യാത്മിക യോഗത്തെ എപ്രകാരം ഉപദേശിച്ചോ, തേനൈവ അതിലൂടെ തന്നെ പുരുഷം അഭജത് ആ മഹാപുരുഷനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ അഭജത് ഭജിച്ചു. പുരുഷർഷഭ ആ പുരുഷശ്രേഷ്ഠനായിരിക്കുന്ന പൃഥ്വിചക്രവർത്തി ആ മഹാവിഷ്ണുവിനെ ഭജിച്ചു എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത വാക്കുകൾ നോക്കാം. അർത്ഥം ഭഗവാനായിരിക്കുന്ന സനൽകുമാര മഹർഷി പരം ശ്രേഷ്ഠമായിരിക്കുന്ന ഏത് ആധ്യാത്മിക യോഗമോ ആഹ ഉപദേശിച്ചത്, തേന ഏവ അതിലൂടെ തന്നെ പുരുഷശ്രേഷ്ഠനായിരിക്കുന്ന പുരുഷം ആ മഹാവിഷ്ണുവിനെ ഭജിച്ചു. ഒന്നുകൂടി പറയാം. ഭഗവാനായിരിക്കുന്ന സനൽകുമാര മഹർഷി പരം ശ്രേഷ്ഠമായ ഏത് ആധ്യാത്മിക യോഗമോ ആഹ ഉപദേശിച്ചത്. ആ സനൽകുമാര ഭഗവാൻ ഏത് ആധ്യാത്മിക യോഗത്തെയാണോ ഉപദേശിച്ചത്, തേന ഏവ അതിലൂടെ തന്നെ പുരുഷശ്രേഷ്ഠനായിരിക്കുന്ന പുരുഷം ആ മഹാവിഷ്ണുവിനെ ഭജിച്ചു. പലത്തെ അന്വയം വന്നിട്ട് ഭഗവാൻ സനൽകുമാര പരം യത് ആധ്യാത്മികം യോഗം ആഹ തേന ഏവ പുരുഷം അഭജത്. ഒന്നുകൂടി പറയാം. ഭഗവാൻ സനൽകുമാര പരം യത് ആധ്യാത്മികം യോഗം ആഹ തേന ഏവ പുരുഷം അഭജത്. അതായത് ഭഗവാനായിരിക്കുന്ന ആ സനൽകുമാര മഹർഷി ശ്രേഷ്ഠമായ ഏത് ആധ്യാത്മിക യോഗത്തിൻ്റെ ഉപദേശത്തെ കൊടുത്തുവോ അതിലൂടെ തന്നെ ആ പുരുഷശ്രേഷ്ഠനായിരിക്കുന്ന മഹാരാജാവ് ആ മഹാവിഷ്ണുവിനെ ഭജിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. സനൽകുമാരൻ ഉപദേശിച്ച ഏറ്റവും ഉത്തമമായിരിക്കുന്ന ആ ആധ്യാത്മിക മാർഗത്തെ അവലംബിച്ച് ആ പരമപുരുഷനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ ആ മഹാരാജാവ് ഭജിച്ചു. അപ്പോൾ പുരുഷശ്രേഷ്ഠനായിരിക്കുന്ന ആ മഹാത്മാവായിരിക്കുന്ന സനൽകുമാരമുനി ആത്മാവിനെ അറിയുന്നതിന് ഉത്തമ മാർഗമായിട്ട് യാതൊരു ഭക്തിയോഗത്തെ ഉപദേശിച്ചിരുന്നുവോ ആ മാർഗത്തിൽ കൂടെ തന്നെ ആ ഈശ്വരനെ, ആ പരമപുരുഷനായിരിക്കുന്ന ഈശ്വരനെ ഭജിച്ചു. അപ്പോൾ ഈ രണ്ട് ശ്ലോകത്തിൻ്റെയും വ്യാഖ്യാനം നമുക്കൊന്ന് നോക്കാം. വ്യാഖ്യാനം വന്നിട്ട് ജിതപ്രാണ പ്രാണായാമം ചെയ്തിട്ട് കൃഷ്ണമാരാധയൻ കൃഷ്ണനെ ആരാധിക്കാൻ പരം തപഃ ആരാധിക്കാൻ വേണ്ടിയിട്ട് പരമമായിരിക്കുന്ന ആ തപസ്സിനെ ആചരത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് തപസ്സുകൊണ്ട് ധ്വസ്തകർമാമലാശയ ആ കർമ്മത്തിലത്തെ ആ അമലാശയ കർമ്മവിമുക്തനായിട്ട് ധ്വസ്തകർമാമലാശയാ ഛിന്ന ബന്ധന ആ കർമ്മബന്ധനങ്ങളെയൊക്കെ അവിടെ ഛിന്നമാക്കി ഇല്ലാതെയാക്കി എന്നർത്ഥം. അപ്പോൾ തേന തപസ ആ തപസ്സുകൊണ്ട് ധ്വസ്തകർമാമലാശയ ആ കർമ്മങ്ങളെയൊക്കെ ഇല്ലാതെയാക്കി അമലാശയൻ ആ പരിശുദ്ധമായിരിക്കുന്ന ആശയങ്ങളെയൊക്കെ അറിഞ്ഞ് ഛിന്നബന്ധന ആ ബന്ധനങ്ങളിൽ നിന്നെല്ലാം വേർപെട്ടു എന്നർത്ഥം. അപ്പോൾ തേന തപസ ധ്വസ്തകർമാമലാശയ ഛിന്നബന്ധന. പിന്നെ സനൽകുമാരോപദിഷ്ട യോഗേന ഇപ്രകാരം ആ സനൽകുമാരനാൽ ഉപദിഷ്ടമായിരിക്കുന്ന യോഗം കൊണ്ട് സനൽകുമാരോപദിഷ്ട യോഗേന പുരുഷം ആ മഹാപുരുഷനായിരിക്കുന്ന ഭഗവാനെ ഭജിച്ചു അർത്ഥം. അപ്പോൾ തേന തപസ ധ്വസ്തകർമാമലാശയ ഛിന്നബന്ധന സനൽകുമാരോപദിഷ്ട യോഗേന സനൽകുമാരനാൽ ഉപദിഷ്ടമായിരിക്കുന്ന യോഗം കൊണ്ട് പുരുഷം ഭേജേ ആ മഹാപുരുഷനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ ഭജിച്ചു. ഇതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് തേന തപസ ധ്വസ്തകർമാമലാശയ ഛിന്നബന്ധന സനൽകുമാരോപദിഷ്ട യോഗേന പുരുഷം ഭേജേ എന്നാണ് ഈ രണ്ട് ശ്ലോകങ്ങളുടെയും വ്യാഖ്യാനമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം പത്താമത്തെ ശ്ലോകം ഭഗവദ്ധർമ്മിണഃ സാധോ ശ്രദ്ധയാ യതതഃ സദാ
ഭക്തിർഭഗവതി ബ്രഹ്മണ്യനന്യവിഷയാഭവത്. എന്നുകൂടി ചൊല്ലാം. ഭഗവദ്ധർമ്മിണഃ സാധോഃ ശ്രദ്ധയാ യതതഃ സദാ ഭക്തിർഭഗവതി ബ്രഹ്മണ്യനന്യവിഷയാഭവത്. എപ്പോഴും ആ ശ്രദ്ധയോട് കൂടിയിട്ടുള്ള ആ ഭാഗവത ധർമാചരണത്തോടു കൂടിയിരിക്കുന്ന, തപസ്സിൽ പ്രയത്നിക്കുന്ന ആ സജ്ജനത്തിന്, ആ പൃഥ്വിമഹാരാജാവിന് ബ്രഹ്മമായിരിക്കുന്ന ഭഗവാനിൽ അനന്യമായിരിക്കുന്ന, അന്യചിന്തയില്ലാത്ത ആ ഭക്തി ഉണ്ടായി. അഭവത്, ഭക്തി അവിടെ ഉണ്ടായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവത് ധർമ്മിണ സാധോഹോ, ആ ഭഗവത് ധർമ്മത്തെ ആചരിച്ചു കൊണ്ടുള്ള ആ സാധു എപ്രകാരം? ശ്രദ്ധയാ, സതതം ശ്രദ്ധയോടെ ആ ഭാഗവത ധർമാചരണത്തോടുകൂടി സദാ എപ്പോഴും ആ യതതഃ തപസ്സിൽ പ്രയത്നിക്കുന്ന, യതതഃ എന്ന് പറഞ്ഞ തപസ്സിൽ പ്രയത്നിക്കുന്ന സാധോഹോ ആ സജ്ജനത്തിന്, ആ പൃഥ്വിമഹാരാജാവിന് ബ്രഹ്മണി ബ്രഹ്മത്തിൽ, ബ്രഹ്മം ആയിരിക്കുന്ന ഭഗവതി ആ ഭഗവാനിൽ, ബ്രഹ്മണി ഭഗവതി ആ ബ്രഹ്മമായിരിക്കുന്ന ഭഗവാനിൽ ഭക്തി, ഭക്തിർഭഗവതി ഭക്തി ഉണ്ടായി. ഇങ്ങനെയുള്ള അനന്യവിഷയ മറ്റ് ചിന്തകൾ ഇല്ലാത്ത ഭക്തി അവിടെ അഭവത് ഉണ്ടായി. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ പദങ്ങൾ. സദാ എപ്പോഴും, ശ്രദ്ധയാ ശ്രദ്ധയോടെ, ഭഗവത് ധർമ്മിണഃ ആ ഭാഗവത ധർമാചരണത്തോടു കൂടിയ, യതതഃ തപസ്സിൽ പ്രയത്നിക്കുന്ന, സാധോഹോ ആ സജ്ജനത്തിന്, ആ സജ്ജനത്തിന് എന്ന് പറയുന്നത് ഇവിടെ ആ പൃഥ്വിമഹാരാജാവിന്, ബ്രഹ്മണി ബ്രഹ്മമായിരിക്കുന്ന ഭഗവതി ഭഗവാനിൽ, അനന്യവിഷയ അന്യചിന്തയില്ലാത്ത ഭക്തി, ഭക്തി അഭവത് ഉണ്ടായി. എന്നൂടെ പറയാം. സദാ എപ്പോഴും, ശ്രദ്ധയാ ശ്രദ്ധയോടെ, ഭഗവത് ധർമ്മിണഃ ഭാഗവത ധർമാചരണത്തോടു കൂടിയിരിക്കുന്ന, യതതഃ തപസ്സിൽ പ്രയത്നിക്കുന്ന, സാധോഹോ ആ സജ്ജനത്തിന്, ബ്രഹ്മണി ബ്രഹ്മമായിരിക്കുന്ന ഭഗവതി ഭഗവാനിൽ, അനന്യവിഷയ അന്യചിന്തയില്ലാത്ത ഭക്തി, ഭക്തി അഭവത് ഉണ്ടായി. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് സദാ ശ്രദ്ധയാ ഭഗവത് ധർമ്മിണഃ യതതഃ സാധോ ബ്രഹ്മണി ഭഗവതി അനന്യവിഷയാ ഭക്തി അഭവത്. ഇതാണ് അന്വയം. ഒന്നുകൂടി പറയാം. സദാ ശ്രദ്ധയാ ഭഗവത് ധർമ്മിണഃ യതതഃ സാധോ ബ്രഹ്മണി ഭഗവതി അനന്യവിഷയാ ഭക്തി അഭവത്. എപ്പോഴും ശ്രദ്ധയോടെ ആ ഭാഗവത ധർമാചരണത്തോടു കൂടിയിരിക്കുന്ന, തപസ്സിൽ പ്രയത്നിക്കുന്ന ആ സജ്ജനത്തിന് ബ്രഹ്മമായിരിക്കുന്ന ഭഗവാനിൽ അന്യചിന്തയില്ലാത്ത ഭക്തി ഉണ്ടായി. അപ്പോൾ ആ ഉത്തമമായിരിക്കുന്ന സനൽകുമാര മഹർഷി ഉപദേശിച്ച ഏറ്റവും ഉത്തമമായിരിക്കുന്ന ആധ്യാത്മിക മാർഗത്തെ അവലംബിച്ച് പരമപുരുഷനായിട്ടുള്ള മഹാവിഷ്ണുവിനെ ഭജിച്ചു എന്ന് പറഞ്ഞു. അത്യന്തം ശ്രദ്ധയോടെ ആ ഭഗവത് ധർമ്മത്തെ ആചരിക്കുന്ന ആ സജ്ജനശ്രേഷ്ഠന് സാക്ഷാൽ ആ ബ്രഹ്മമായിരിക്കുന്ന ഭഗവാങ്കല് ഏകാന്തമായിരിക്കുന്ന ഭക്തി ജനിച്ചു. അപ്പോൾ സർവാനുഷ്ഠാനങ്ങളെയും ഭഗവത് പ്രീതിക്കായിക്കൊണ്ട് ആ ഭഗവാനിൽ സമർപ്പിച്ച്, അതിനാൽ തന്നെ ആ അന്ധക്കരണ നൈർമല്യത്തെ പ്രാപിച്ചുകൊണ്ടും ശ്രദ്ധാപൂർവം നിരന്തരം തപസ് ചെയ്യുന്ന ആ പുരുഷശ്രേഷ്ഠന് സർവൈശ്വര്യ സ്വരൂപമായിട്ട് ആ സർവത്ര വിളങ്ങുന്ന ആ ബ്രഹ്മത്തിൽ ഇളക്കമില്ലാതിരിക്കുന്ന ആ പരമപ്രേമ ലക്ഷണമായിരിക്കുന്ന ഭക്തി സിദ്ധിച്ചു. ഭഗവത് ധർമ്മിഷ്ഠനും സദാ ശ്രദ്ധയോടെ യത്നിക്കുന്നവനും ആയ ആ മഹാത്മാവിന് ഭഗവാനായിരിക്കുന്ന പരബ്രഹ്മത്തിൽ അനന്യവിഷയമായിരിക്കുന്ന ഭക്തി ഉണ്ടായി. ഇതിലത്തെ വ്യാഖ്യാനം എന്താ പറഞ്ഞത് നോക്കാം. തത് അപ്പോൾ, തസ്യ ആ ബ്രഹ്മണി ആ ബ്രഹ്മത്തിൽ, മഹത്തരമായിരിക്കുന്ന ഭക്തിർജാത ആ പൃഥ്വിമഹാരാജാവിനെ ആ ബ്രഹ്മനിഷ്ഠയിൽ ആ ഭഗവാനിൽ ഭക്തിർജാത ഭക്തി വന്ന് ഉദിച്ചു എന്നർത്ഥം. തദാ അപ്പോൾ, തസ്യ ആ ബ്രഹ്മണി ബ്രഹ്മത്തിൽ, മഹത്തായിരിക്കുന്ന ഭക്തിർജാത ഭക്തി ഉണ്ടായി. അപ്പോൾ വ്യാഖ്യാനത്തിൽ തദാ തസ്യ ബ്രഹ്മണി മഹതീ ഭക്തിർജാത, തദാ തസ്യ ബ്രഹ്മണി മഹതീ ഭക്തിർജാത എന്നുള്ളതാണ് വ്യാഖ്യാനത്തിൽ വരുന്നത്.
അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 11ാമത്തെ ശ്ലോകം. തസ്യാനയാ ഭഗവതഃ പരികർമ്മ ശുദ്ധസത്വാത്മനസ്തദനു സംസ്മരണാനുപൂർത്യാ ജ്ഞാനം വിരക്തിമദഭുന്നിശിതേന യേന ചിച്ഛേദ സംശയപദം നിജജീവകോശം. എന്നുകൂടി പറയാം. തസ്യാനയാ ഭഗവതഃ പരികർമ്മ ശുദ്ധസത്വാത്മനസ്തദനു സംസ്മരണാനുപൂർത്യാ ജ്ഞാനം വിരക്തിമദഭൂന്നിശിതേന യേന ചിച്ഛേദ സംശയപദം ജീവകോശം. അപ്പോൾ ഭഗവാന്റെ പരിചര്യ കൊണ്ട് ആ സാത്വികവും ആയിത്തീർന്നിരിക്കുന്ന, ശുദ്ധവും സാത്വികവുമായി തീർന്നിരിക്കുന്ന അന്ധകരണത്തോടു കൂടിയ അർത്ഥം. തസ്യ അനയാ, അനന്യമായിരിക്കുന്ന ആ ഭഗവാന്റെ ആ പരിശുദ്ധ കർമ്മത്തിൽ, പരിശുദ്ധ കർമ്മശുദ്ധ കർമ്മം കൊണ്ട് ശുദ്ധസത്വാത്മനം, ശുദ്ധസത്വം ആയിരിക്കുന്ന ആത്മാവായിട്ട് തീർന്നു. തദനു സംസ്മരണാനുപൂർത്തിയ, അന്തർക്കരണത്തോടു കൂടിയ തസ്യ, അദ്ദേഹത്തിന്, ആ പൃഥ്വിമഹാരാജാവിന്, അനയാ, ഈ സംസ്മരണാനുപൂർത്തിയ, ധ്യാനത്തിൻ്റെ ആ പൂർത്തി കാരണം കൊണ്ട്, തദനു സംസ്മരണാനുപൂർത്തിയ, ഈ ധ്യാനത്തിൻ്റെ പൂർത്തീകരണം കൊണ്ട്, വിരക്തിമത് ജ്ഞാനം, ആ വൈരാഗ്യപൂർണമായിരിക്കുന്ന ജ്ഞാനം, ജ്ഞാനം വിരക്തിമദഭുൻ, ആ ജ്ഞാനം വിരക്തി വൈരാഗ്യപൂർണമായിരിക്കുന്ന ജ്ഞാനം അഭൂത് ഉണ്ടായി എന്നർത്ഥം. നിശിതേന, മൂർച്ചയേറിയ ഏതുകൊണ്ട്, ആ സംശയങ്ങൾക്ക് ആസ്പദമായിരിക്കുന്ന ആ തൻ്റെ ജീവൻ്റെ കോശത്തെ അപ്പോൾ അവിടെ ഛേദിച്ചു. അപ്പോൾ ഈ ജ്ഞാനം കൊണ്ട് തൻ്റെ ചിച്ഛേദ സംശയപദം, തൻ്റെ സംശയങ്ങളെയൊക്കെ അവിടെ അങ്ങനെ കഷ്ണിച്ച് ഇല്ലാതെയാക്കാൻ, ജ്ഞാനമാകുന്ന വാൾ കൊണ്ട് അതിനെയൊക്കെ ഛേദിച്ചു, അതിനെ ഇല്ലാതെയാക്കി, കഷ്ണമാക്കി. നിജജീവകോശം, അപ്പോൾ തന്നെ ആ കോശത്തെ, അപ്പോൾ തന്നെ അങ്ങനെയുള്ള ആ കോശത്തെ, സംശയങ്ങളൊക്കെ നശിപ്പിച്ചിട്ട് ആ നിജജീവകോശം, തൻ്റെ ജീവൻ്റെ കോശത്തെ അപ്പോൾ തന്നെ ഛേദിച്ചു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് തസ്യാനയാ ഭഗവതഃ പരികർമ്മ ശുദ്ധസത്വാത്മനസ്തദനു സംസ്മരണാനുപൂർത്തിയാ ജ്ഞാനം വിരക്തിമദഭുന്നിശിതേന യേന ചിച്ഛേദ സംശയപദം നിജജീവകോശം. പദങ്ങളെ ഭഗവതഃ, ഭഗവാന്റെ പരികർമ്മ ശുദ്ധസത്വാത്മനഃ, ആ പരിചര്യാ ശുദ്ധവും സാത്വികവുമായി തീർന്നിരിക്കുന്ന അന്ധക്കരണത്തോടു കൂടിയ അനർത്ഥം. പരികർമ്മ ശുദ്ധസത്വാത്മനഃ എന്ന് പറഞ്ഞാൽ പരിചര്യയാൽ ശുദ്ധവും സാത്വികവുമായി തീർന്ന അന്ധക്കരണത്തോടു കൂടിയ തസ്യ, ആ അദ്ദേഹത്തിന്, പൃഥ്വിമഹാരാജാവിന്, അനയ, ഈ സംസ്മരണാനുപൂർത്തിയ, ഈ ധ്യാനത്തിൻ്റെ പൂർത്തീകരണം കൊണ്ട്, ഈ ധ്യാനം കൊണ്ട്, വിരക്തിമത്, വൈരാഗ്യപൂർണമായിരിക്കുന്ന ജ്ഞാനം അറിവ്, അഭൂത് ഉണ്ടായി. നിശിതേന, മൂർച്ഛയേറിയിരിക്കുന്ന യേന, ഏതുകൊണ്ട്, ഇതുകൊണ്ട് എന്നർത്ഥം, ഈ ജ്ഞാനം കൊണ്ട്, സംശയപദം, സംശയങ്ങൾക്ക് ആസ്പദമായിരിക്കുന്ന, ഈ ജീവനിൽ എപ്പോഴും ഈ അറിവിനെ കുറിച്ച് സംശയങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആ സംശയാസ്പദമായിരിക്കുന്ന, സംശയങ്ങൾക്ക് ആസ്പദമായിരിക്കുന്ന നിജജീവകോശം, തൻ്റെ ആ ജീവൻ്റെ കോശത്തെ തദനു, അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അതിനെ ഛേദിച്ചു, ഇല്ലാതെയാക്കി, ജ്ഞാനം കൊണ്ട് ഇല്ലാതെയാക്കി എന്നർത്ഥം. അപ്പോൾ ഒന്നുകൂടി പറയാത്ത പദങ്ങളെ ഭഗവതഃ, ഭഗവാന്റെ പരികർമ്മ ശുദ്ധസത്വാത്മനഃ, പരിചര്യാൽ ശുദ്ധവും സാത്വികവുമായി തീർന്ന അന്ധകരണത്തോടു കൂടിയ തസ്യ, ആ അദ്ദേഹത്തിന്, അനയ, ഈ സംസ്മരണാനുപൂർത്തിയ, ധ്യാനത്തിൻ്റെ ആ പൂർത്തീകരണം കൊണ്ട്, വിരക്തിമത്, വൈരാഗ്യപൂർണമായിരിക്കുന്ന ജ്ഞാനം, അഭൂത് ഉണ്ടായി. നിശിതേന, മൂർച്ഛയേറിയ യേന, അതുകൊണ്ട്, ആ സംശയപദം, സംശയങ്ങൾക്ക് ആസ്പദമായിരിക്കുന്ന നിജജീവകോശം, തൻ്റെ ജീവൻ്റെ കോശത്തെ തദനു, അപ്പോൾ ഛേദിച്ചു ഉള്ളതാണ്. അപ്പം ഇതിലത്തെ അന്വയം വന്നിട്ട് ഭഗവതഃ പരികർമ്മശുദ്ധസത്വാത്മനഃ തസ്യ അനയാ സംസ്മരണാനുപൂർത്തിയാ വിരക്തിമത് ജ്ഞാനം അഭൂത് നിശിതേന യേന സംശയപദം നിജജീവകോശം തദനു ചിച്ഛേദ.
എന്നുകൂടി പറയാം. ഭഗവതഃ പരികർമ്മശുദ്ധസത്വാത്മനഃ തസ്യ അനയാ സംസ്മരണാനുപൂർത്തിയാ വിരക്തിമജ്ഞാനം അഭൂത് നിശിതേന യേന സംശയാപദം നിജജീവകോശം തദനു ചിച്ഛേദ. അതായത് അഭഗവാങ്കൽ ആ പരിചര്യയാൽ ശുദ്ധവും സാത്വികവുമായി തീർന്നിരിക്കുന്ന അന്ധക്കരണത്തോടു കൂടിയിരിക്കുന്ന ആ അദ്ദേഹത്തിന് ഈ ധ്യാനത്തിൻ്റെ ആ പൂർത്തീകരണം കൊണ്ട് വൈരാഗ്യപൂർണമായിരിക്കുന്ന ജ്ഞാനം ഉണ്ടായി. മൂർച്ചയേറിയിരിക്കുന്ന അതുകൊണ്ട് ഈ ജ്ഞാനം കൊണ്ട് സംശയങ്ങൾക്ക് ആസ്പദമായിരിക്കുന്ന തൻ്റെ ജീവൻ്റെ കോശത്തെ അദ്ദേഹം ചിച്ഛേദ, അപ്പോൾ തന്നെ ഛേദിച്ചു. അപ്പോൾ ഭഗവത് സേവ കൊണ്ട് അന്ധക്കരണം ശുദ്ധ സാത്വികമായി, നിരന്തരമായിരിക്കുന്ന ഭഗവത് സ്മരണം കൊണ്ട് വൈരാഗ്യവും തജ്ജന്യമായിരിക്കുന്ന ജ്ഞാനവും ഉണ്ടായി. ഇപ്രകാരം സമ്പാദിച്ചതും വളരെ നിശിതവുമായിരിക്കുന്ന ആ ജ്ഞാനം കൊണ്ട് സർവ്വസംശയങ്ങൾക്കും ആസ്പദമായിരിക്കുന്ന ആ ഹൃദയഗ്രന്ഥികളെ ഛേദിക്കാൻ കഴിഞ്ഞു. ജ്ഞാനത്തിൻ്റെ കർമ്മവാസനകളെ ക്ഷയിപ്പിക്കാനും ഹൃദയഗ്രന്ഥികളെ ഭേദിപ്പിക്കാനും കഴിവുണ്ടെന്ന് ആ മുണ്ടകോപനിഷത്തിലെ ഭിദ്യതേ ഹൃദയഗ്രന്ഥിശ്ചിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ചാസ്യകർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ. മുണ്ടകോപനിഷത്തിലുള്ള ഗീതയിലും ഇതേ ശ്ലോകങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഹൃദയഗ്രന്ഥികളെ ഛേദിക്കുന്നത് മൂർച്ചയുള്ള ജ്ഞാനഖഡ്ഗം കൊണ്ടാണ്. നിശിതേന എന്ന വിശേഷണം കൊണ്ട് ആ ചിച്ഛേദ എന്ന ക്രിയ കൊണ്ടും ജ്ഞാനത്തിന് ആ ഖഡ്ഗസാമ്യം വ്യംഗ്യമായിട്ട് ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭഗവാന്റെ ആ പാദസേവയാൽ വിശുദ്ധ മനസ്സോട് കൂടിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ നിരന്തരാനുസന്ധാനത്താൽ പൂർണ്ണഭക്തിയിൽ വൈരാഗ്യവും ജ്ഞാനവും ഉദിച്ചു. മൂർച്ചയേറിയിരിക്കുന്ന ജ്ഞാനമാകുന്ന വാളിനാൽ അഹങ്കാരഗ്രന്ഥിയെ മുറിച്ച് അദ്ദേഹം മുറിച്ചു. മൂർച്ചയേറിയ വാളുകൊണ്ട് ആ അഹങ്കാരഗ്രന്ഥിയെ അദ്ദേഹം മുറിച്ചു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭഗവത് ഭക്തി സർവപുരുഷാർത്ഥങ്ങളെയും സാധിപ്പിക്കുന്ന കൽപ്പകലതയ്ക്ക് സാമ്യം ആയതുകൊണ്ട് ആ പരമപുരുഷാർത്ഥമായിരിക്കുന്ന മോക്ഷത്തിന് സാധനയായി ഭവിച്ചു എന്ന് കാണിക്കുന്നു. ആ ഭഗവാന്റെ പ്രസാദത്തിനായിട്ട് സമർപ്പിച്ചതായിരിക്കുന്ന ആ ധർമാനുഷ്ഠാനത്തിൻ്റെ മഹിമയാൽ ആ രജസ്തമോ ഗുണങ്ങളുടെ ശക്തി ക്ഷയിക്കുകയും സാത്വിക ഗുണം അഭിവൃദ്ധിയെ പ്രാപിക്കുകയും ചെയ്തതിനാൽ ആ അന്ധക്കരണം പരിശുദ്ധമായിട്ട് ഭവിച്ചു. അതുനിമിത്തം നിരന്തരം ഭഗവത് ധ്യാനവും ഭഗവാന്റെ ആ അന്ധകല്യാണ ഗുണങ്ങളുടെ ആ സ്മരണവും അന്ധക്കരണവൃത്തിയായി ഭവിച്ചപ്പോൾ ഇതര വിഷയങ്ങളിൽ ആസക്തം ഇല്ലാതെ ഇരിക്കുന്നതോടെ ആ ഹൃദയത്തിൽ മനസ്സ് ഇതര വിഷയങ്ങളിൽ ആസക്തിയില്ലാതെ മനസ്സിലെ ആസക്തിയില്ലാതെ ഇരിക്കുന്നതുമായിരിക്കുന്ന വൈരാഗ്യം വന്നു. അങ്ങനെ തന്നിമിത്തം ആത്മജ്ഞാനവും ഉണ്ടായി. അതുവരെ സംശയം, വിപരീതഭാവേന എന്നീ വിഷയങ്ങൾക്ക് കാരണമായിരിക്കുന്ന ആ ഹൃദയഗ്രന്ഥി ജ്ഞാനോദയത്തിൽ ഇപ്രകാരമുള്ള ഈ ജ്ഞാനോദയത്തിൽ ഛിന്നമായിട്ട് ഭവിച്ചു. അതാണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. വ്യാഖ്യാനത്തിൽ തയാ ജ്ഞാനം വൈരാഗ്യം ച ബഭൂവ അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ആ അതുകൊണ്ട് ജ്ഞാനവും വൈരാഗ്യവും ച അഭൂവ. ഭഗവാനിലെ ആ ഭക്തി ഉറച്ചപ്പോൾ ആ ജ്ഞാനവും വൈരാഗ്യവും അവിടെ ഉണ്ടായി. തയാ ജ്ഞാനം വൈരാഗ്യം ച ബഭൂവ എന്നുള്ളതാണ് വ്യാഖ്യാനത്തിൽ പറയുന്നത്. ആ ഭഗവാന്റെ ഭക്തി കൊണ്ട് ഭഗവാനിൽ ആ മഹത്തായിരിക്കുന്ന ഭക്തി ഉണ്ടായി എന്ന് പറഞ്ഞു. അതുകൊണ്ട് തയാ ജ്ഞാനം വൈരാഗ്യം ച ബഭൂവ എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. 13ാമത്തെ ശ്ലോകം 12ാമത്തെ ശ്ലോകം. ഛിന്നാന്യധീരധിഗത ആത്മഗതിർനിരീഹസ്തത്യജേച്ഛിനദിദം വയുനേന യേന താവന്നയോഗഗതിഭിര്യതിരപ്രമത്തോ യാവദ്ഗദാഗ്രജകഥാസു രതിം ന കുര്യാത്. ഛിന്നാന്യധീരധിഗത ആത്മഗതിർനിരീഹ
തത്യജേച്ഛിനദിദം വയുനേന യേന താവന്നയോഗഗതിം ഗതിഭിർയതിരപ്രമത്തോ യാവദ്ഗദാഗ്രജകഥാസുരതിം ന കുര്യാത്. അധിഗതാത്മഗതി, ആത്മജ്ഞാനം സമ്പാദിച്ചവനും, ഛിന്നാന്യധീഹി, അനന്യമായിരിക്കുന്ന ബുദ്ധിവൃത്തികളെ, അന്യമായിരിക്കുന്ന ഛിന്നാന്യധീഹി, അന്യമായിരിക്കുന്ന ബുദ്ധിവൃത്തികളെ ഛേദിച്ചവനും, നിരീഹ, അസ്പൃഹ നശിച്ചവനും ആയിട്ടുള്ള യേന, ഏത് ആ തത്വജ്ഞാനത്താൽ വയുനേന, തത്വജ്ഞാനത്താൽ ഈ മിഥ്യാബോധത്തെ പാടെ ഛേദിച്ചു. തന്നിലിരിക്കുന്ന മിഥ്യാബോധത്തെ പാടെ ഛേദിച്ച് അതിനെയും കൂടി ഉപേക്ഷിച്ചു. അങ്ങനത്തെ അവസ്ഥയെ കൂടി ഉപേക്ഷിച്ചിട്ട് ഒരു യോഗി എപ്പോൾ ആ ശ്രീകൃഷ്ണ കഥകളിൽ ഗദൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്ന, അതായത് ബലരാമൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ആ ഭഗവാന്റെ കഥകളിൽ ആസക്തി ചെയ്യുന്നില്ലയോ, ഇങ്ങനെ ആ മിഥ്യാബോധത്തേക്ക് ഇല്ലാതെയാക്കിയിട്ട് ഒരാൾ എപ്പോഴാണോ ആ ഭഗവാന്റെ കഥകളിൽ ആ ആസക്തി ചെയ്യുന്നത് ഇല്ലയോ, ചെയ്യാതിരിക്കുന്നത്, അതുവരെ ആ യോഗസിദ്ധികളാൽ ആ അഹങ്കരിക്കാതെ ന ഭവതി, ഇരിക്കാറില്ല. സ്വതവേ അഹങ്കാരം അവിടെ ഉണ്ടാവും. പക്ഷേ ആ അഹങ്കാരത്തെയും കൂടി ഉപേക്ഷിക്കണം. ആ പരമമായിരിക്കുന്ന ജ്ഞാനലബ്ധി കൊണ്ട് അഹങ്കാരത്തെ പോലും അവിടെ ഭേദബുദ്ധി ഇല്ലായ്മ ചെയ്യണം എന്നാണ് അവിടെ പറയുന്നത്. അധിഗതാത്മഗതി, ആത്മജ്ഞാനം സമ്പാദിച്ചവനും, ഛിന്നാന്യധീ, അന്യമായിരിക്കുന്ന ബുദ്ധിവൃത്തികളെ ഛേദിച്ചവനും, നിരീഹ, സ്പൃഹ നശിച്ചവനും ആയിട്ട് യേന, ഏത് വയുനേന, ഏത് തത്വജ്ഞാനത്താലാണോ ഇതം, ഈ മിഥ്യാബോധത്തെ അച്ഛിനത്, പാടെ ഛേദിക്കുന്നത്, തത്, അതിനെയും കൂടി തത്വജ്ഞാനത്തെ പോലും ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചിട്ട് ഒരു യോഗി യാവത്, എപ്പോൾ, അതിനെയും ഉപേക്ഷിച്ചിട്ട് ആ യോഗി എന്ത് ചെയ്യണു, ആ ശ്രീകൃഷ്ണൻ്റെ കഥകളിൽ ആസക്തി ഉണ്ടാക്കി തീർക്കുന്നു. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അതുവരെ ആ യോഗസിദ്ധികളാൽ അഹങ്കാരം, അതുവരെ ആ യോഗസിദ്ധികളാൽ അവർക്ക് അഹങ്കരിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഇത് സിദ്ധിച്ചു കഴിഞ്ഞാൽ, ശ്രീകൃഷ്ണ കഥയിൽ ആസക്തി ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ അഹങ്കാരം ഇല്ലാതെയാവുന്നു, പൂർണ്ണമായിട്ടും നശിക്കുന്നു ഉള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം. അധിഗതാത്മഗതി, ആത്മജ്ഞാനം സമ്പാദിച്ചവനും, ഛിന്നാന്യധീ, അന്യമായിരിക്കുന്ന ബുദ്ധിവൃത്തികളെ ഛേദിച്ചവനും, നിരീഹ, സ്പൃഹ നശിച്ചവനുമായിട്ട് യേന, ഏത് വയുനേന, തത്വജ്ഞാനത്താൽ, ഇതം, ഈ മിഥ്യാബോധത്തെ എന്നർത്ഥം, അച്ഛിനത്, പാടെ ഛേദിച്ചുവോ, തത്, അതിനെയും കൂടി, തത്യജേ, ഉപേക്ഷിച്ച്, യതിഹി, ഒരു യോഗി, യാവത്, എപ്പോൾ, ഗദാഗ്രജകഥാസു, ഗദൻ്റെ ശ്രേഷ്ഠനായിരിക്കുന്ന ശ്രീകൃഷ്ണ കഥകളിൽ, രതിം, ആസക്തി, ന കുര്യാത്, ചെയ്യുന്നില്ലയോ, താവത്, അതുവരെ, യോഗഗതിഭി, യോഗസിദ്ധികളാൽ, അപ്രമത്തഃ, അഹങ്കരിക്കാതെ, ന ഭവതി, അഹങ്കരിക്കാതെ വരില്ല. അതുവരെ എപ്പോഴും അഹങ്കരിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. യോഗസിദ്ധികളെ കൊണ്ട് അഹങ്കാരം അവിടെ നിലനിൽക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം. അധിഗതാത്മഗതി, ആത്മജ്ഞാനം സമ്പാദിച്ചവനും, ഛിന്നാന്യധീ, അന്യമായ ആ ബുദ്ധിവൃത്തികളെ ഛേദിച്ചവനും, നിരീഹ, സ്പൃഹ നശിച്ചവനുമായിട്ട് യേന, ഏത് വയുനേന, തത്വജ്ഞാനത്താൽ, ഇതം, ഈ മിഥ്യാബോധത്തെ അച്ഛിനത്, പാടെ ഛേദിച്ചുവോ, തത്, അതിനെയും കൂടി, തത്യജേ, ഉപേക്ഷിച്ച്, യതിഹി, ഒരു യോഗി, യാവത്, എപ്പോൾ,
ഗദാഗ്രജ കഥാസു ഗദൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ശ്രീകൃഷ്ണ കഥകളിൽ രതിം ആസക്തി ന കുര്യാ ചെയ്യുന്നില്ലയോ താവത് അതുവരെ യോഗഗതിഭി ആ യോഗസിദ്ധികളാൽ അപ്രമത്ത അഹങ്കരിക്കാതെ ന ഭവതി വരില്ല. അപ്പോൾ അതിലത്തെ അന്വയം വന്നിട്ട് അധിഗതാത്മഗതി ഛിന്നാന്യധീ നിരീഹ യേന വയുനേന ഇദം അച്ഛിനത് തത് തത്യജേ യതി യാവത് ഗദാഗ്രജകഥാസു രതിം ന കുര്യാത് താവത് യോഗഗതിഭി അപ്രമത്തഃ ന ഭവതി. എന്നും കൂടി പറയാം. അധിഗതാത്മഗതി ഛിന്നാന്യധീ നിരീഹ യേന വയുനേന ഇദം അച്ഛിനത് തത് തത്യജേ യതി യാവത് ഗദാഗ്രജകഥാസു രതിം ന കുര്യാത് താവത് യോഗഗതിഭി അപ്രമത്തഃ ന ഭവതി. അർത്ഥം വന്നിട്ട് ആത്മജ്ഞാനം സമ്പാദിച്ചവനും അന്യമായിരിക്കുന്ന ബുദ്ധിവൃത്തികളെ ഛേദിച്ചവനും സ്പൃഹ നശിച്ചവനുമായിട്ട് ഏത് തത്വജ്ഞാനത്താൽ ഈ മിഥ്യാബോധത്തെ പാടെ ഛേദിച്ചുവോ അതിനെയും കൂടി ഉപേക്ഷിച്ച് ഒരു യോഗി എപ്പോൾ ആ ഗദൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ശ്രീകൃഷ്ണ കഥകളിൽ ആസക്തി ചെയ്യുന്നില്ലയോ അതുവരെ ആ യോഗസിദ്ധികളാൽ അഹങ്കരിക്കാതെ തരമില്ല. ജ്ഞാനം കൊണ്ട് ആ ഭേദബുദ്ധിയെ ഇല്ലായ്മ ചെയ്യുവാനും അതുപോലെ ആത്മതത്വത്തെ ഗ്രഹിപ്പാനും നിവൃത്തിമാർഗത്തെ അവലംബിക്കാനും കഴിഞ്ഞു. ജ്ഞാനം കൊണ്ട് ആ ഭേദബുദ്ധിയെ ഇല്ലായ്മ ചെയ്യാനും അതുപോലെ ആത്മതത്വത്തെ ഗ്രഹിപ്പാനും നിവൃത്തിമാർഗത്തെ അവലംബിക്കാനും കഴിഞ്ഞു. പൃഥ്വിമഹാരാജാവിന് കഴിഞ്ഞു. അതിനുശേഷം ആ ജ്ഞാനത്തെയും ഉപേക്ഷിച്ചു. ആ ജ്ഞാനത്തെയും അദ്ദേഹം ഉപേക്ഷിച്ച് ഗദാഗ്രജനായിരിക്കുന്ന ശ്രീകൃഷ്ണങ്കലുള്ള ഭക്തിമാർഗത്തിൽ മാത്രം വ്യാപൃതനായി. ഒരു യതിവര്യൻ ഭഗവത് കഥകളിൽ രമിക്കാതിരിക്കുന്നിടത്തോളം കാലം താൻ സമ്പാദിച്ച ആ യോഗസിദ്ധികളിൽ അവൻ അഹങ്കരിക്കാത്തവനാവുകയില്ല. ഇക്കാരണത്താലാണ് പൃഥുജ്ഞാനവും ഉപേക്ഷിച്ച് കേവലം ഭക്തിമാർഗത്തിൽ വ്യാപരിച്ചത്. ഗദൻ എന്ന് പറയുന്നത് രോഹിണീപുത്രനാണ്, അതായത് ബലരാമൻ്റെ ജ്യേഷ്ഠൻ ഗദാഗ്രജൻ, അതായത് ശ്രീകൃഷ്ണൻ എന്നർത്ഥം. അപ്പോൾ ഇവിടെ വന്നിട്ട് ആ ആത്മസാക്ഷാത്കാരം നേടി ആ ശരീരാദികളിലുള്ള ആത്മബുദ്ധി കൈവിട്ട് അനാസക്തനായിട്ട് അഹങ്കാരഗ്രന്ഥി ഛേദിക്കാൻ കഴിവ് നൽകിയ ആ ജ്ഞാനം പോലും കൈവടിഞ്ഞ് ഭഗവാന്റെ ദിവ്യലീലകളിൽ താല്പര്യം തികയാത്ത കാലം വരെ ആ സാധകൻ യോഗസിദ്ധിയിലും മറ്റും താല്പര്യം കാട്ടും. അപ്പോൾ ആത്മാവിൽ നിന്ന് അന്യങ്ങളായിരിക്കുന്ന ആ ദേഹാദിഭാവങ്ങളെ കാണാതിരുന്ന നിലയിൽ എത്തുവാൻ പര്യാപ്തമായിരിക്കുന്ന ആത്മസ്വരൂപബോധാനുഭവം ഉണ്ടായിട്ട് യാതൊരു ആത്മജ്ഞാനത്താൽ ആ ഭേദജ്ഞാനം നശിച്ചുവോ ആ ജ്ഞാനത്തെ ഉറപ്പിക്കുന്നതിനായിട്ടുള്ള ആ പ്രയത്നത്തെയും ഉപേക്ഷിച്ചിട്ട് ശരീര സംരക്ഷണാദി വ്യാപാരങ്ങളെയും വെടിഞ്ഞ് ആ ശ്രീകൃഷ്ണ കഥകളിൽ മാത്രം രതിയുള്ളവനായി തീരുന്നു. അത് ആശ്ചര്യം അല്ല താനും. ഏതുകാലം വരെ സർവോപരിയായിട്ട് ആ ഭഗവത് കഥകളിൽ പരമരതി സിദ്ധിക്കാതിരിക്കുന്നുവോ ആ കാലം വരേക്കും യോഗസിദ്ധികളായിരിക്കുന്ന അണിമാദികളിൽ ആസക്തി ഭവിക്കും. അത് നിമിത്തം വീണ്ടും സംസാരത്തിൽ പ്രവേശിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. അതുകൊണ്ട് ജ്ഞാനദാർഢ്യത്തിനായിട്ടുള്ള പ്രയത്നത്തെ ഉപേക്ഷിച്ചിട്ട് കഥാരതിയെ പ്രാപിച്ചത് സമുചിതമായിരിക്കുന്നുവെന്ന് ആണ് ഇവിടെ സാരം. അപ്പം ഭക്തിയോഗമാണ് പരമശ്രേഷ്ഠം എന്നുള്ളത് ഇവിടെ തെളിയിക്കുന്നത്. എന്തുകൊണ്ടാണ്? ആ ജ്ഞാനത്തിൻ്റെ അഹങ്കാരം കൂടി ഭക്തിയിൽ അവിടെ ഇല്ലാതെയാവുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞ് ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ആ വ്യാഖ്യാനം നമുക്ക് നോക്കാം. തയാ ജ്ഞാനം വൈരാഗ്യം ച ബഹുവ. അപ്പോൾ ആ ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടായിട്ട് തേന ജീവകോശം ചിച്ഛേദ, ആ ജീവഗ്രന്ഥിയെ അവിടെ ഛേദിക്കണം.
ഇല്ല, കർമ്മഗ്രന്ഥിയെ അവിടെ ഛേദിക്കണം. എന്നിട്ട് യോ യാവത്, അതുകൊണ്ട് ആ ഭഗവത് കഥാസുരത്തിം ന കുര്യ, അങ്ങനെയുള്ള ജ്ഞാനം കൊണ്ട് ആ ഭഗവാന്റെ കഥകളിൽ രതി ഉണ്ടായിട്ടില്ലെങ്കിൽ താവത്, അത് യോഗഗതിഭിർ യോഗഗതിയിൽ ഉണ്ടായിരിക്കുന്ന പ്രമത്തോ, ആ പ്രമാദത്തെ വന്നു ഭവിക്കണം. ഭഗവത് കഥകളിൽ രതി ഉണ്ടായിട്ടില്ലെങ്കിൽ അത് അയോഗഗതിഭിർയാതക, യോഗഗതിയിൽ വരുന്ന ആ സിദ്ധികളിൽ പ്രമത്തമായിട്ട് ഭവിക്കണം. അതിൽ അഹങ്കാരം ഉണ്ടായിത്തീരണമെന്ന് അർത്ഥം. അപ്പോൾ ഇതാണ് പറഞ്ഞത്, തേന ജീവകോശം ജിച്ഛേദ, അങ്ങനെ ആ ജ്ഞാനം കൊണ്ട് ആ ജീവകോശത്തെ ഛേദിച്ചിട്ട് യോ യാവത്, അതുകൊണ്ട് അതും അതിനെയും ഉപേക്ഷിച്ചിട്ട് ഭഗവത് കഥാസുരത്തിം ന കുര്യ, ഭഗവത് കഥകളിൽ രതി ഉണ്ടായിട്ടില്ലെങ്കിൽ താവത്, അത് ആ യോഗഗതിഭിര്യാത, യോഗഗതികളിൽ നിന്നും ഉണ്ടാവുന്ന പ്രമത്തോ ഭവതി, ആ അഹങ്കാരത്തിന് കാരണമാക്കി തീർക്കുന്നു. അപ്പോൾ അഹങ്കാരം ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ ആ ഭഗവത് കഥകളിൽ രതി വരണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിലത്തെ വ്യാഖ്യാനം എന്താണ്? തേന ജീവകോശം ചിച്ഛേദ യോ യാവത് ഭഗവത് കഥാസു രതിം ന കുര്യാത് താവത് യോഗഗതിഭിര്യാതഃ പ്രമത്തോ ഭവതി എന്നുള്ളതാണ് അതിലത്തെ ആ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് ആ 12ാമത്തെ ശ്ലോകം. ഛിന്നാന്യധീരധി ഗതാത്മഗതിർനിരീഹസ്തത്യജേച്ഛിനദിദം വയുനേനയേന താവന്ന യോഗഗതിഭിർയതിരപ്രമത്തോ യാവദ്ഗദാഗ്രജകഥാസുരതിം ന കുര്യാത്. അടുത്ത ശ്ലോകം. ഏവം സ വീരപ്രവരഃ സംയോജ്യ ആത്മാനമാത്മനി ബ്രഹ്മഭൂതോ ദൃഢം കാലേ തത്യാജ സ്വം കളേബരം. അങ്ങനെ ആ മഹാവീരനായിരിക്കുന്ന അദ്ദേഹം ഇങ്ങനെ ആ ജീവാത്മാവിന് ദൃഢമാകും വണ്ണം ആ പരമാത്മാവിൽ ഉറപ്പിച്ചിട്ട് ആ ബ്രഹ്മം തന്നെയായിട്ട് തീർന്ന് ആ കാലം വന്നപ്പോൾ സ്വന്തം ആ ശരീരത്തെ അദ്ദേഹം അവിടെ ഉപേക്ഷിച്ചു എന്നർത്ഥം. ഏവം സ വീരപ്രവര, ഇപ്രകാരം ആ വീരപ്രവരൻ, ആ മഹാവീരനായിരിക്കുന്ന അദ്ദേഹം സംയോജ്യ ആത്മാനമാത്മനി, ആത്മാവിനെ ആത്മാവുമായിട്ട് യോജിപ്പിച്ചു. ഇങ്ങനെ ആ ജീവാത്മാവിന് ദൃഢമാം വണ്ണം, വളരെ ദൃഢമായിട്ട് ആത്മനി, ആത്മാവിൽ സംയോജ്യ ഉറപ്പിച്ച്, ജീവാത്മാവിനെ ആത്മാനം, ജീവാത്മാവിനെ ആത്മനി, ആ പരമാത്മാവിൽ സംയോജിപ്പിച്ചിട്ട് ബ്രഹ്മഭൂതം, ബ്രഹ്മം തന്നെയായിട്ട് തീർന്നു. എന്നിട്ട് കാലേ, ആ കാലം വന്നപ്പോൾ സ്വം കളേബരം, സ്വന്തം ആ കളേബരത്തെ, ശരീരത്തെ തത്യാജ, അവിടെ ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. ഏവം സ വീരപ്രവരഃ സംയോജ്യ ആത്മാനമാത്മനി ബ്രഹ്മഭൂതോ ദൃഢം കാലേ തത്യാജ സ്വം കളേബരം. അപ്പോൾ വീരപ്രവരഃ, മഹാവീരനായിരിക്കുന്ന സഹ, അദ്ദേഹം ഏവം ഇങ്ങനെ ആത്മാനം, ആ ജീവാത്മാവിനെ ദൃഢമാം വണ്ണം ആത്മനി, പരമാത്മാവിൽ സംയോജ്യ ഉറപ്പിച്ച് ബ്രഹ്മഭൂത, ബ്രഹ്മം തന്നെയായി തീർന്നിട്ട് കാലേ, കാലം വന്നപ്പോൾ സ്വന്തം കളേബരം, ശരീരത്തെ തത്യാജ ഉപേക്ഷിച്ചു. എന്നും കൂടി പറയാം. വീരപ്രവരഃ, മഹാവീരനായിരിക്കുന്ന സഹ, അദ്ദേഹം ഏവം ഇങ്ങനെ ആത്മാനം, ആ ജീവാത്മാവിനെ ദൃഢമാം വണ്ണം ആത്മനി, പരമാത്മാവിൽ സംയോജ്യ ഉറപ്പിച്ച് ബ്രഹ്മഭൂത, ബ്രഹ്മം തന്നെയായി തീർന്ന് കാലേ, കാലം വന്നപ്പോൾ സ്വന്തം കളേബരം, ആ ശരീരത്തെ തത്യാജ ഉപേക്ഷിച്ചു. അതിൽ താന്വയം വന്നിട്ട് വീരപ്രവരഃ സഹ ഏവം ആത്മാനം ദൃഢം ആത്മനി സംയോജ്യ ബ്രഹ്മഭൂത കാലേ സ്വം കളേബരം തത്യാജ. എന്നുകൂടി പറയാം. വീരപ്രവരഃ സഹ ഏവം ആത്മാനം ദൃഢം ആത്മനി സംയോജ്യ ബ്രഹ്മഭൂതം കാലേ സ്വം കളേബരം തത്യാജ. മഹാവീരനായിരിക്കുന്ന അദ്ദേഹം ഇങ്ങനെ ആ ജീവാത്മാവിനെ ദൃഢമാകും വണ്ണം ആ പരമാത്മാവിൽ ഉറപ്പിച്ച് ആ ബ്രഹ്മം തന്നെയായി തീർന്നിട്ട് കാലം വന്നപ്പോൾ സ്വന്തം ശരീരത്തെ ഉപേക്ഷിച്ചു.
വീരന്മാരിൽ അഗ്രേസരനായിരിക്കുന്ന പൃഥ്വിചക്രവർത്തി ഇപ്രകാരം ജീവാത്മാവിനെ പരമാത്മാവിൽ ലയിപ്പിച്ച് ദൃഢമായിരിക്കുന്ന ആ ബ്രഹ്മഭാവത്തെ കൈവരിച്ചവനായിട്ട് കാലം സമാഗതമായപ്പോൾ സ്വശരീരത്തെ ത്യജിച്ചു. കാലഗണന പല പ്രകാരവും വ്യാഖ്യാനിക്കാം. താൻ തന്നെ ബ്രഹ്മമെന്ന ആത്മബോധം ജനിച്ചപ്പോഴെന്നും അവതാരോദ്ദേശം സഫലമായപ്പോഴെന്നും പ്രാരബ്ധം അനുഭവിച്ചു കഴിഞ്ഞപ്പോഴെന്നും ദേഹത്യാഗത്തിന് ആവശ്യമായിരിക്കുന്ന യോഗശക്തി കൈവരിച്ചപ്പോഴെന്നും മോക്ഷപ്രാപ്തിക്ക് ഉപയുക്തമായിരിക്കുന്ന ഉത്തരായണാദി കാലങ്ങൾ സമാഗതമായപ്പോൾ എന്നും ഒക്കെ ആ കാലത്തെ അവിടെ വിശേഷിപ്പിക്കാം. ഇതിന് കാലമായപ്പോൾ അദ്ദേഹം ഭഗവാനിൽ ചേർന്ന് തൻ്റെ ശരീരത്തെ സംസാരത്തിൽ അവിടെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ബ്രഹ്മഭൂതേ ഭൂത എന്ന് പറഞ്ഞാൽ താനും ബ്രഹ്മവും തമ്മിൽ അഭേദമായിരിക്കുന്ന അവസ്ഥ കൈവരിച്ചപ്പോൾ എന്നാണ് അർത്ഥം. ദേഹം ത്യജിച്ചുവെന്ന് ഇവിടെ പ്രസ്താവിച്ച ശേഷം ഇനി വരുന്ന 5 ശ്ലോകങ്ങളിൽ അതിൻ്റെ ആ പ്രകാരത്തെ ആണ് വിശദീകരിക്കുന്നത്. അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന അർത്ഥം ആ വീരപ്രവരനായിരിക്കുന്ന അദ്ദേഹം പരമാത്മാവിൽ ആത്മാവിനെ അർപ്പിച്ച് ദൃഢമായിരിക്കുന്ന ബ്രഹ്മമായി തന്നെ ഭവിച്ച് യഥാകാലം സ്വന്തം ശരീരം ഉപേക്ഷിച്ചു. അപ്പോൾ ഇന്ദ്രിയങ്ങളെ ജയിച്ചതുകൊണ്ട് വീരാഗ്രഗണ്യനായിരിക്കുന്ന ആ പൃഥു ബ്രഹ്മത്തെ തന്നെ ധ്യാനിക്കുന്നതിനാൽ സ്ഥിരനായിരുന്നതിനാൽ ആ ബ്രഹ്മമായിട്ട് തന്നെ ഭവിച്ചു. മനസ്സിനെ പരമാത്മാവിൽ ലയിപ്പിച്ചു. മനസ്സ് ജ്ഞാനാകാരമായി ഭവിച്ചതല്ലാതെ മോഹരൂപമായിട്ട് ഭവിച്ചില്ല എന്നു സാരം. പ്രാരബ്ധം അവസാനിച്ച സമയത്തിൽ ആ സ്വശരീരത്തെ വെടിയുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം ആയിട്ട് നമ്മൾ ഗ്രഹിക്കേണ്ടത്. അപ്പോൾ ഇവിടെ വ്യാഖ്യാനത്തിൽ ഏവം സ ഇപ്രകാരം പൃഥു മഹാരാജാവ് ആത്മന്യാത്മാനം സംയോജ്യ ആത്മാവിനെ ആത്മാവിൽ സംയോജിപ്പിച്ചിട്ട് കാലമായപ്പോൾ ബ്രഹ്മഭൂത ബ്രഹ്മമായി ഭവിച്ച് ദേഹം തത്യാജ ദേഹത്തെ ത്യജിച്ചു എന്നർത്ഥം. ഏവം സ ആത്മന്യാത്മാനം ഇപ്രകാരം ആ പൃഥുമഹാരാജാവ് ആത്മാവിൽ സംയോജിപ്പിച്ചിട്ട് കാലം വന്നപ്പോൾ ബ്രഹ്മഭൂത ബ്രഹ്മമായി തീർന്ന ദേഹത്തെ തത്യാജ ദേഹത്തെ അവിടെ ത്യജിച്ചു. അപ്പോൾ വ്യാഖ്യാനം ഏവം സ പൃഥുരാത്മന്യാത്മാനം സംയോജ്യ കാലേ ബ്രഹ്മഭൂത ദേഹം തത്യാജ. ഇതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം അവിടെ വരണം. അപ്പോൾ ബാക്കി ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അതുവരെ നിങ്ങൾ ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കുക. ഹരേ കൃഷ്ണ.